नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूँ. രാജ്യത്തോട് അഭിസംബോധന ചെയ്ത സമയത്ത് സ്ത്രീകളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മാപ്പ് പറയുന്നത് പറഞ്ഞാൽ രാജ്യത്തെ സ്ത്രീകളെ എതിർക്കുന്ന ഒരു സഭയുടെ നാഥനായി അല്ലെങ്കിൽ സഭയുടെ നേതാവായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായ ഉത്തരവാദിത്തമുണ്ട്. അത് പറയേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയിലെ ഇന്ത്യ സഖ്യവും കേരളത്തിലെ ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് കുഴലൂതുന്ന രണ്ട് പാർട്ടികളും നരേന്ദ്രമോദിയെ നേരിട്ട് ഓഫീസിൽ പോയി കണ്ട് എങ്ങനെയെങ്കിലും ഈ ബില്ല് തിരിച്ചു കൊണ്ടുവരണമെന്നും കാലിൽ പിടിക്കുന്ന ദിവസങ്ങളാണ് വരാൻ. പ്രിയങ്ക ഗാന്ധിയെ കണ്ടിട്ട് എൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ ഇത്ര കോടി രൂപ ആവശ്യപ്പെട്ടു എന്നും പണം വാങ്ങിയെന്നും അതിനെതിരെ നടപടി ഉണ്ടാവണമെന്ന് പറഞ്ഞു. നടപടി ഉണ്ടായോ? ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ത്രീയുടെ മാനത്തിന്റെ തീവ്രത അളക്കാൻ തീരുമാനിച്ചത്. ഏത് പാർട്ടിയാണ് അത്? കെ ശൈലജ മുഖ്യമന്ത്രിയായി വരുമെന്നൊക്കെ പറഞ്ഞു. അഴിമതിയുടേതായിട്ടുള്ള കറ അവരുടെ മുഖത്തുണ്ട്, അവരുടെ കയ്യിലുണ്ട്, അത് വേറെ കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പൊതുശൈലി നിങ്ങൾ ബംഗ്ലാദേശിൽ നോക്കും. അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല, അവർ പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പാടില്ല, നല്ല ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, ഒരു ജോലിക്ക് പോകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെയാണ് പാകിസ്ഥാനിൽ. അത് ബംഗാളിൽ വരുമ്പോൾ മമത വാങ്ങുന്നുണ്ട്, തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ സ്റ്റാലിൻ വാങ്ങുന്നുണ്ട്, ഇവിടെ വരുമ്പോൾ കോൺഗ്രസ് വാങ്ങുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ താല്പര്യം സംരക്ഷിക്കണ്ടേ? കാരണം ഇത് അവതരിപ്പിച്ചത് ആളുടെ പേര് അമിത് അനിൽ ചന്ദ്ര ഷാ എന്നാണ്. ഇത് അവതരിപ്പിച്ച സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നാണ്. അതേ രാഷ്ട്രീയ പാർട്ടിയും അതേ പ്രധാനമന്ത്രിയും അതേ ആഭ്യന്തരമന്ത്രിയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം ഈ ബില്ല് പാസ്സാവും.